ഹലോ, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതോടുകൂടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് channel. Second one, on the basis of direction. Third one, on the basis of organization. And fourth one, on the basis of number of participants. അപ്പോൾ ഇത് 4ആണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ചാനൽ. ഓൺ ദ ബേസിസ് ഓഫ് ചാനലിനകത്ത് 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ചാനൽ എന്താണെന്നും അതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ചാനലിനകത്ത് വരുന്ന 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വെർബലാണ്, ഞാൻ വേർഡ്സുകൾ കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് വെർബൽ എന്ന് പറയുന്നത്. അപ്പോൾ വെർബലിനകത്ത് തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, അതിനാണ് ഓറൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് അറിയാലോ അല്ലേ. ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ലെറ്റർ അയക്കുന്നു, മെയിൽ അയക്കുന്നു, അപ്പോൾ അതെല്ലാം റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് വെർബലിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ. ഇനി നോൺ വെർബൽ എന്ന് വെച്ചാൽ എന്താണ്? വെർബൽ എന്താണ്? വേർഡ്സ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് നോൺ വെർബൽ എന്ന് പറയുന്നത്. അതായത് വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ. വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആക്ഷൻസിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സൈൻസ്, സിംബൽസ്, ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, അങ്ങനെ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നോൺ വെർബൽ എന്ന് പറയുന്നത്. നോൺ വെർബലിനകത്തും കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, സോ നോൺ വെർബലിലെ ഫസ്റ്റ് ടൈപ്പാണ് കൈനസിക്സ്. കൈനസിക്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നോൺ വെർബലിനകത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ജസ്റ്റേഴ്സിലൂടെയാണ്, ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൈനസിക്സ് എന്ന് പറയുന്നത്. ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ വേ ഓഫ് ഡ്രസ്സിങ്, അയാൾ ഇട്ടിരിക്കുന്ന ജുവൽസ്, കോസ്മെറ്റിക്സ്, അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അയാൾ റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അയാളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും കോസ്മെറ്റിക്സിലൂടെ നടക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് കോസ്മെറ്റിക്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രോക്സിമിക്സ്. പ്രോക്സിമിക്സ് എന്ന് വെച്ചാൽ കമ്പയറിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എത്രമാത്രം ദൂരത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എത്രമാത്രം അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അതാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. ഇപ്പം 2 ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരെപ്പോഴും ചേർന്ന് നിന്നായിരിക്കും സംസാരിക്കുന്നത്. ഇനി അതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ അവർ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോക്സിമിക്സ്. നെക്സ്റ്റ് വൺ ഈസ് ക്രോണിമിക്സ്. ക്രോണിമിക്സ് എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അതായത് നമ്മൾ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് ക്രോണിമിക്സ്. ഇപ്പം നമ്മൾ മരണ വീട്ടിൽ നിൽക്കുക, മരണ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുമോ?
ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ക്രോണമിക്സ്. അതുപോലെ ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക, അപ്പോൾ അയാളടുത്ത് എന്നിട്ട് നമ്മൾ വീണ്ടും അറഗൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അയാളെ ആശ്വസിപ്പിക്കാനാണ് നോക്കുന്നത്. അതാണ് സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വോക്കലിക്സ്. വോക്കലിക്സ് എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ടോൺ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ടോണിൽ നിന്ന് മനസ്സിലാവും നമ്മളിപ്പോൾ ഏത് മൂഡിലാണെന്നുള്ളത്. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങളിപ്പം ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ വന്ന് പറയുന്നു, മോൻ ഇതാ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടായിരിക്കത്തില്ല, അപ്പോൾ നിങ്ങളത് പറയുകയാണ് എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ആ ഒരു ടോൺ എന്താണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു ടോൺ ഏതാണെന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾ ഭയങ്കര ആംഗ്രി ആയിട്ടിരിക്കുന്ന സമയമാണ്, അപ്പോൾ അമ്മ വന്നിട്ട് പറയുന്നു ഫുഡ് എടുത്തിരിക്കുകയാണ്, കഴിക്കാമെന്ന് പറയാം. അപ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങൾ ആംഗ്രി മോഡാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ടോൺ അനുസരിച്ച് സംസാരിക്കും. വോക്കലിക്സ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹാപ്റ്റിക്സ്. ഹാപ്റ്റിക്സിൽ എങ്ങനെയാണ്? ത്രൂ ടച്ചിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഇപ്പം നിങ്ങളും എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അടിപിടി ബഹളം, അപ്പം നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ട് കയറി നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഓക്കെ, അത് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയുകയാണ്. അതായത് വാക്കുകൊണ്ട് അയാൾ പറയുന്നില്ലെങ്കിലും കയ്യിൽ കയറി പിടിക്കുന്നതിലൂടെ അയാൾ പറയുകയാണ് പോണ്ട, അങ്ങോട്ട് പോണ്ട. അങ്ങനെയാണ് ടച്ചിങ്ങിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഹാപ്റ്റിക്സ്. അപ്പോൾ ഇത് ഇത്രയാണ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കൈനസിക്സ്, ആർട്ടിഫാക്ട്സ്, പ്രോക്സിമിക്സ്, ക്രോണമിക്സ്, വോക്കലിക്സ്, ഹാപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഓക്കെ, difference between verbal and non-verbal communication. Okay, first difference എന്ന് പറയുന്നത് മീനിങ് ആണ്. വെർബലിന്റെ മീനിങ് എന്താണ്? with the use of words. ഇവിടെയോ വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെർബൽ എന്ന് വെച്ചാൽ എന്താണ്? വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. നോൺ വെർബലോ വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്, മീനിങ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്. വെർബലി ടൈം കൺസ്യൂമിങ് ആണോ? നോ. നോൺ വെർബലി യെസ്. ഓക്കെ, അതായത് വെർബലിനകത്ത് നമ്മൾ വേർഡ്സ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വലിയതായിട്ട് നമുക്ക് ടൈം എടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, പക്ഷെ നോൺ വെർബലിനകത്തോ നമ്മളെന്താണ് ആക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആക്ഷൻസ് കാണിക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് റോങ് മെസ്സേജ്. ഇവിടെ അത് വെർബലിനകത്ത് റെയർ ആണ്, ഹിയർ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, വെർബലിനകത്ത് നമ്മൾ എന്താണ് ഓറൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, അവിടെ ആ ഡെലിവറി ഓഫ് റോങ് മെസ്സേജ് അധികം വരുന്നില്ല, റെയർ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, പക്ഷേ നോൺ വെർബലിനകത്താണെങ്കിലോ നമ്മൾ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റേയാൾക്ക് നമ്മൾ പറയുന്നത് വേറെ രീതിയിലാണ് അയാൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഡെലിവറി ഓഫ് റോങ് മെസ്സേജിനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം മറ്റേയാൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അയാൾക്കത് മനസ്സിലായാൽ വേറെ രീതിയിൽ എടുക്കുന്നു, അപ്പോൾ എന്താണ് ഡെലിവറി ഓഫ് റോങ് മെസ്സേജിനുള്ള പോസിബിലിറ്റി വളരെയധികം അവിടെ കൂടുതലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രസൻസ്. ഇവിടെ അത് നോട്ട് റിക്വേർഡ് ആണ്, ഇവിടെ അത് റിക്വേർഡ് ആണ്.
ഇപ്പം വെർബലിനകത്ത് പേഴ്സണൽ പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പേഴ്സണൽ പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നോൺ വെർബലിനകത്തോ നമ്മൾ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പേഴ്സണൽ പ്രസൻസ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എല്ലാവരും എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.